ഇന്നലെ രാത്രി പോലീസുകാര് ഒരു ആക്സിഡന്റ് പെട്ട ആളെ ഇവിടെ കൊണ്ടുവന്നിരുന്നോ? പോലീസുകാർ കൊണ്ടുവന്നാണോ? പേഷ്യന്റിനെ അപ്പൊ തന്നെ കാഷ്വാലിറ്റി ഐസിലോട്ട് മാറ്റിയിട്ടുണ്ട്. നേരെ പോയിട്ട് ലെഫ്റ്റ്. ശരി. ഡോക്ടർ. യെസ്. ഞാൻ പോലീസുകാർ ഇവിടെ എത്തിച്ച ആളുടെ ചങ്ങാതിയാ. കത്തി കൊണ്ട് ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. പേഷ്യൻ്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്. നല്ല രീതിയിൽ ബ്ലഡ് പോയിട്ടുണ്ട്. ചിലപ്പോൾ ബ്ലഡ് വേണ്ടി വരും. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കീഴിൽ. ഡോക്ടർ, ഞാനുണ്ട് ബായ്, നിങ്ങൾക്കൊരു കൂടപ്പറപ്പായിട്ടും കൂട്ടുകാരനായിട്ടും. കുട്ടിമണി പെങ്ങളുടെ മനസ്സ് നോയിക്കണ എന്തെങ്കിലും ചെയ്യോ? ഞാൻ ഈ നിക്കണ മനസ്സ് ചെമ്പായി എന്റെ ചങ്ക. ആ ചങ്ക് തകരണൊന്നും ഈ പിച്ചള ചെയ്യില്ല. കുത്തേറ്റ് കൊണ്ടുവന്ന പേഷ്യന്റ് ആളുണ്ടോ? ഉണ്ട്. ആദ്യം കൗണ്ടറിൽ ബില്ലടയ്ക്കണം. എന്നിട്ട് ഇതിലെഴുതി മരുന്ന് വാങ്ങിയിട്ട് വരണം. വേഗാവട്ടെ. സിജ. ബാലേട്ടാ. എന്താ സിജ? ബാലേട്ടാ, ഞാനിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ സിജ, എന്തു പറ്റി? അത് ബാലേട്ടാ, അടുത്തിപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ കാര്യം പറ സിജ. ബാലേട്ടാ, പിച്ചള ഇപ്പം ഇവിടെ ICUവില്ല. ആരോ പിച്ചളയെ കുത്തി ബാലേട്ട. കുത്തിന്നോ? എന്നിട്ട്? വലിയ ആഴത്തിലുള്ള മുറിവാ ബാലേട്ട. ബോധം വന്നിട്ടില്ല ഇതുവരെ. സിജ, പിച്ചളയോട് ആരാ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത്? എനിക്കറിയില്ല ബാലേട്ട. രാവിലെ വീട്ടിലെത്തിയേക്കാന്ന് പറഞ്ഞല്ലേ പിച്ചള ഇന്നലെ പോയത്. വൈകിയപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചു നോക്കി. ബെല്ലുണ്ടായിരുന്നു. എടുക്കാതായപ്പോൾ എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അങ്ങനെ ഞാൻ പിച്ചള അന്വേഷിച്ചിറങ്ങിയതാ. വഴിയിലൊരു ആൾക്കൂട്ടവും രക്തവും കണ്ടു. പിച്ചളയുടെ ഫോൺ അതിനടുത്തുള്ളൊരു കുറ്റിക്കാട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ സംശയം ഉറപ്പിച്ചു ബാലേട്ട. രക്തത്തിൽ കുളിച്ചു കിടന്ന പിച്ചളയെ പോലീസുകാരാണ് ഇവിടെ എത്തിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത്. ബാലേട്ട, അവിടെ ആരും ഇപ്പോൾ ഒന്നും അറിയണ്ട, പ്രത്യേകിച്ച് ശിവാനി. സിജ, ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞാ? ബാലേട്ട, ഇപ്പം ഈ കാര്യം അറിഞ്ഞാൽ ആർക്കും അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി സീതയെടുത്തിയോടോ മറ്റോ പറഞ്ഞാൽ തന്നെ ശിവാനി ഈ കാര്യം അറിയാൻ ഇടവരരുത്. ഇല്ല സിജ, ശിവാനിയും കുട്ടിമണിയും ഇതറിയാൻ പോകുന്നില്ല. പിച്ചള അപകടനില തരണം ചെയ്യട്ടെ, പിന്നെ നമ്മളൊന്നും ഒളിപ്പിക്കില്ല. ഇപ്പൊ ശിവാനി എങ്ങാനും ഇതറിയാൻ ഇടവന്ന അവക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. പിച്ചളയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പെണ്ണല്ലേ. കൊച്ചു കൊച്ചു മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞ് ആകെ സന്തോഷവതിയാ ഇപ്പൊ ശിവാനി.
പിച്ചളയുടെ ഐ സിയുലാണെന്നറിഞ്ഞ മനസ്സിലായി. ശിവാനി ഇക്കാര്യം അറിയില്ല. തിങ്കളാഴ്ച കല്യാണത്തിന് ശിവാനിയെ ഒരുക്കുന്ന തിരക്കിലും ചർച്ചയിലും ഇവിടെ എല്ലാവരും. പിന്നെ ബാലേട്ടൻ്റെ കയ്യിൽ പൈസ എന്തെങ്കിലും? കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി ബാലേട്ട. പേടിച്ചല്ലേ? ശരിക്കും പേടിച്ചു. പേടിക്കാതിരിക്കോ? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വേറെ ലോകത്തായിരുന്നു ഞാൻ. നമ്മൾ പോലും അറിയാതെ എന്തൊക്കെ മാറ്റങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എവിടെയോ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പൊ ഇവിടെ എത്തി. ഇപ്പതാ കല്യാണം വരെ ആയി. ഓർക്കും തോറും അതിശയം കൂടി വരിക. അല്ല, എന്തൊക്കെ കാര്യങ്ങളാ ശിവാനി ചിന്തിച്ചേ? കേക്കട്ടെ. അത് പല പല കാര്യങ്ങളും. അതിലെ പ്രധാന കാര്യം പിച്ചളയാ അല്ലേ? പിച്ചളയെ കുറിച്ചാ ചിന്തിച്ചെന്ന് എനിക്കറിയാം. ഓ, പിച്ചള ഇതുവരെ വന്നില്ല അല്ലേ? ആ ദേ, ഇനി വന്നാ വേഗം അങ്ങോട്ട് ഓടി ചെല്ലൊന്നും വേണ്ട കേട്ടോ. രാവിലെ വരാന്ന് പറഞ്ഞിട്ട് വരാത്തതിന് ചെറിയൊരു ശിക്ഷ കൊടുക്കണം. അല്ല, ശിക്ഷ എന്ന് പറഞ്ഞത് പറ്റിക്കാനാ. അതൊക്കെ പോട്ടെ, ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. എന്തിനാ? കൈ നീട്ട്. അപ്പ അറിയാ എന്തിനാന്ന്. നീട്ട്. എന്താ ഇത്? കണ്ടറിഞ്ഞൂടെ? വളാ. ഇതെനിക്കെന്തിനാ? ശിവാനിക്കിടാൻ വേണ്ടിയാ. ഇട്ടോ. അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ട. വാങ്ങിച്ചോ ശിവാനി, കുട്ടിമണി സന്തോഷത്തോടെ തരുന്നതല്ലേ. ഇവിടെ അങ്ങനെയാ, ഒരാൾക്കുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉള്ളതാ. ശിവാനി ഇപ്പൊ കല്യാണ പെണ്ണല്ലേ, അപ്പൊ ഇതൊക്കെ വേണ്ടേ? അപ്പച്ചി അമ്മയെ എന്തൊക്കെയോ തരാൻ എടുത്തു വെക്കുന്നുണ്ട്. ഇതാ, ഞാനേ ഇട്ടുതരാം. കാണിക്ക. ശിവാനിക്ക് തരാൻ ഇവിടെ വലുതായിട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലും ഉള്ളതെല്ലാം തന്ന് നല്ല ചന്തത്തിലേ ഇറക്കുള്ളൂ കേട്ടോ. വല്യേട്ടാ, ഇത് കണ്ടോ ഞാൻ ശിവാനിക്ക് എടുത്ത വളകള്? നന്നായിട്ടുണ്ട്. സീതേ, നീങ്ങ വന്നേ. ഞാനിപ്പോ വരാവേ. അതെ, പണ്ട് എനിക്ക് എന്റെ അമ്മ തന്ന വളയാ ഇത്. ഇതേ ശിവാനിയുടെ കൈ കിടക്കട്ടെ. എനിക്ക് ഇങ്ങനത്തെ വളകളൊക്കെയാ ഇഷ്ടം. എന്തു പറ്റി ബാലേട്ടാ? ഞാനീ പറയുന്ന കാര്യം മനക്കരുത്തോടെ കേൾക്കണം. അതിവിടെ വേറെ ആരും അറിയരുത്, ശിവാനി പ്രത്യേകിച്ചും. എന്താ ബാലേട്ടാ കാര്യം? അത് നമ്മുടെ പിച്ചളെ ആരോ കുത്തി. ഇപ്പൊ ആശുപത്രിയിൽ ICU കിടക്കുക പിച്ചള. സീത, ഒച്ച വെക്കാതെ. ആരാ ബാലേട്ട പിച്ചളയെ കുത്തിയത്? ഒരു പിടിയില്ല. കുത്തുകിട്ടി വീണ് ചോരയൊക്കെ വാർന്നുപോയി. പോലീസോ മറ്റോ ആണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് ബാലേട്ടൻ എങ്ങനെ അറിഞ്ഞു? സിജൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. സിജൻ അവിടെ ആശുപത്രി തന്നെയാ ഉള്ളത്. ഈ ഒരു സന്തോഷത്തിനിടയിൽ ശിവാനിയുടെ ഇക്കാര്യം പറയാൻ പാടില്ല. ശരിയാ, ഈ അവസ്ഥയിൽ എങ്ങനെ പറയും? മനസ്സുകൊണ്ട് കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിരിക്കുക ശിവാനി. ഇതെങ്ങാനും പറഞ്ഞ ആ നിമിഷം ഹൃദയം പൊട്ടി മരിക്കും അവള്. പാവം. തൽക്കാലം ആ സന്തോഷം കെടുത്തണ്ട. ഞാനൊന്ന് ആശുപത്രിയിലേക്ക് പോയിട്ട് വരാം. ബാലേട്ടാ, ഓരോ സംസാരത്തിനിടയിലും പിച്ചള വരാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് ശിവാനിയും കുട്ടിമണിയും. അതിനിടയിൽ ഞാൻ പൊട്ടിപ്പോകാതെ നോക്കണം. ആരോടും, നിന്നോട് പോലും പറയണ്ടെന്നാ സിജൻ പറഞ്ഞത്. പക്ഷേ നിന്നെ അറിയിക്കാതിരിക്കാൻ തോന്നിയില്ല എനിക്ക്. നിന്റെ വായിൽ നിന്നൊരു വാക്കുപോലും പുറത്ത് വീഴരുത്. ഞാൻ പോയിട്ട് വരാം.
അതെ, മരുന്നെവിടെ? മരുന്ന് വാങ്ങിയിട്ടില്ല, ഇപ്പൊ വാങ്ങിക്കാം. നിങ്ങളുടെ സൗകര്യത്തിന് വാങ്ങിയാ പോരാ, പേഷ്യന്റ് ആവശ്യത്തിനുള്ളതാ. വേഗം വാങ്ങിട്ട് വാ. സിജ, സിജ, പിച്ചള. ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല ബാലേട്ട. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു, പിന്നെ അറിയിച്ചു ബ്ലഡ് വേണ്ടെന്ന്. സിജ, പിച്ചളയെ കുത്തിയതാരാണെന്നുള്ള എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല ബാലേട്ട, വയറ്റിലാണ് കുത്തിയേറ്റിരിക്കുന്നത്. നല്ല ആഴത്തിലുള്ള മുറിവാ. മണിക്കൂറുകളോളം ചോര വാർന്ന് കിടന്നിട്ടും ഒരാളും കാണാതെ പോയല്ലോ. അതാ കഷ്ടം. പിച്ചളയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല ബാലേട്ട. മോളെ, മോളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അപ്പച്ചിയമ്മയ്ക്ക് ഊഹിക്കാനാവും. കല്യാണം, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെയല്ലേ. എല്ലാം മംഗളമായി തന്നെ നടക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിച്ചളയെപ്പോലെ മനസ്സിൽ നന്മയുള്ള ഒരു തുണയെ കിട്ടിയത്. എന്തോ പ്രസവിക്കാനുള്ള യോഗം ദൈവം തന്നില്ല എനിക്ക്. ചില നേരത്ത് അതിന്റെ ഒരു ദണ്ണം തോന്നും. പക്ഷേ പ്രസവിക്കാതെ തന്നെ കുറേ മക്കളെ കിട്ടുകയെന്ന് വെച്ചാ മഹാഭാഗ്യമല്ലേ. അതിൽ മറ്റെല്ലാം ഞാൻ മറക്കും. ഇപ്പോഴിതാ ഒരു മോളെ കൂടെ എനിക്ക് തന്നു ദൈവം. ഇത് ഈ കഴുത്തിലിരിക്കട്ടെ. പെണ്ണിന്റെ കഴുത്തിൽ ഒരു തരി പൊന്നെങ്കിലും വേണം. എനിക്ക് പണ്ടേ സ്വർണത്തിനോടൊന്നും വലിയ കമ്പമില്ല. ഉണ്ടെങ്കിലും ഇടാതെ മാറ്റി വെക്കാറാണ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് അതിനെ പഴഞ്ചനെന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിലും അതാണ് എനിക്കിഷ്ടം. അപ്പച്ചിയമ്മ പറഞ്ഞ പോലൊക്കെ തന്നെ ഞാനും. സ്വർണത്തിനോടൊന്നും എനിക്കും വലിയ മതിപ്പില്ല. മറ്റുള്ളവരൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് നടക്കുമ്പോൾ എനിക്ക് കൊതി തോന്നിയിട്ടുമില്ല. ഇക്കാലത്ത് ഇങ്ങനെ മനസ്സുള്ള പെൺകുട്ടികൾ ഉണ്ടാവില്ല. പൊന്നിൽ കുളിച്ചു നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പെൺമക്കളുടെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അച്ഛനമ്മമാർ പെടാപ്പാടുപെടും. അതുണ്ടോ ഏതെങ്കിലും മക്കൾ മനസ്സിലാക്കുന്നു? ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കുട്ടികളുടെ വിധം മാറില്ലേ? ഹോ, മക്കളെ പേടിച്ചാണ് പല അച്ഛനമ്മമാരും കഴിയുന്നത്. ഓ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി. നല്ല ചേലുണ്ട്. മോളെന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ട് അപ്പച്ചിയമ്മ. എന്റെ അമ്മയുടെ സ്നേഹവും സാമീപ്യവും ഞാനിപ്പോ അനുഭവിക്കുന്നത്. അമ്മ തന്നെയാണ്. സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി ഈ കണ്ണ് നിറയാൻ ഇടവരുത്താതിരിക്കട്ടെ ദൈവം. നമ്മുടെ മെമ്പർ ഈ വഴിക്കൊന്നും വന്നല്ലേ? ഇല്ലല്ലോ. ഏത് വഴിക്ക് പോയാലും ഇതുവഴി ഒന്ന് കയറിയിട്ടേ പോവും. ഇന്ന് എന്ത് പറ്റിയോ ആവോ. നമസ്കാരം. എനിക്കൊരു ചായ ആവാം. ഇവിടുന്ന് ഇതുവരെ പോയില്ലല്ലേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ഇവിടുന്ന് പോകാൻ ഇത്ര തിടുക്കപ്പെടുന്നത്? തിടുക്കൊന്നുമില്ലേ, ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. തുടങ്ങി വെച്ചൊന്നും പൂർത്തിയാക്കാതെ അങ്ങനെ പോകാനൊക്കില്ലല്ലോ. പച്ചക്കറിയുടെ ഹോൾസെയിൽ കടയ്ക്ക് പുറമെ മറ്റു ചില പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ആലോചനയുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. ഈ നാടിന് വേണ്ടി ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്ത് പലതും തുടങ്ങുമ്പോൾ നിങ്ങളാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ എവിടെ ചെന്നാലും
അവിടത്തുകാർ എന്നെ ഏറ്റെടുക്കാറാണ് പതിവ്. ഇവിടെ നേരെ മറിച്ചാണ് കാണുന്നത്. ആ ഞങ്ങൾ അങ്ങനെയാ. നായരെ അറിഞ്ഞില്ലേ? അറിഞ്ഞായിരുന്നോ? എന്തറിഞ്ഞു? അത് ശരി, അപ്പൊ അറിഞ്ഞില്ലേ? ഇല്ല. ആ പിച്ചള കുത്തേറ്റ ആശുപത്രിയില്ല. ഇന്നലെ രാത്രിയിലാണ് സംഭവം. പിച്ചള ഇപ്പൊ ഐസിയുല ഉള്ളത്. സംഗതി സീരിയസാ. തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ടെന്നാ കേട്ടത്. ഓ, ആ കരുനാക്കടുത്തൊന്നും പറയാതെ ഒരാൾ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോ ഇങ്ങനെയൊക്കെയാണോ പറയുക? ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. അതെ, ഒരു തെറ്റായിപ്പോയെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. ആരാ പിച്ചളെ കുത്തിയത്? അതിപ്പോ അറിയണമെങ്കിൽ പിച്ചളയ്ക്ക് ബോധം വരണം. ഈ സെക്കൻഡ് വരെ ആരാ എന്താന്ന് ഒരു പിടിയുമില്ല. ആരെയും ദ്രോഹിക്കാത്തൊരു പാവമാ പിച്ചള. ആ പാവത്തിനോട് ആരാ ഈ ചതി കാണിച്ചത്? പിച്ചളയുടെ കല്യാണം ഇപ്പൊ പറഞ്ഞുറപ്പിച്ചിരിക്കല്ലേ, അതിനിടയിൽ തന്നെ. അതെ അതെ അതെ, നല്ല പണിയറിയാവുന്ന ആളാ കുത്തിയെന്ന് കുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന് മെമ്പർ പിച്ചളയ്ക്ക് കുത്തിയേറ്റത് നേരിൽ കണ്ടോ? അത് പിന്നെ ഞാൻ കണ്ടില്ല. പിച്ചളയെ ആശുപത്രിയിൽ എത്തിച്ചവര് പറഞ്ഞു കേട്ടതാ. എന്തായാലും ഈ നാട്ടിലുള്ളവരാരും പിച്ചളയോട് ഇങ്ങനെ ചെയ്യില്ല. എന്താ എല്ലാരും എന്നെ നോക്കുന്നത്? ഞാനാണ് പിച്ചളെ കുത്തിയെന്നാണോ ഈ നോട്ടത്തിന്റെ അർത്ഥം? അല്ലാതെ എന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. കുമ്പള കെട്ടവൻ തലയെ തടവുന്നത് പോലെ ഇയാളെന്തിനാ ചൂടാകുന്നത്? പിച്ചളെ കുത്തേണ്ട ഒരു കാര്യവും എനിക്കില്ല. പിന്നെ ഇരുട്ടിന്റെ മറവിൽ വിനായകൻ ഒന്നും ചെയ്യില്ല. എന്തുണ്ടെങ്കിലും നേർക്ക് നേരെ. അതാണ് വിനായകന്റെ ശൈലി. അതാരായാലും. ദാ. അയാളുടെ സംസാരത്തിനും ചൂടാവല്ലും എന്തോ പന്തികേടില്ലേ? അങ്ങനെ എനിക്കും തോന്നായികയില്ല. പെട്ടെന്നുള്ള എടുത്തുചാട്ടവും പോക്കും മെമ്പർക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ പെട്ടെന്നൊന്നും ഇതിനൊരു അഭിപ്രായം പറയാനാവില്ല. അതിനെക്കുറിച്ച് ആഴത്തി പഠിക്കേണ്ടിയിരിക്കുന്നു. ശരി, മെമ്പർ ഇവിടെ ഇരുന്ന് ആഴത്തി പഠിക്ക്. ഞാൻ പോകുന്നു. പറ്റില്ല, എഴുതിക്കോ. ഒരു മെമ്പറാണത്രേ. അതെ, അത് ശരി. ഞാൻ മാത്രമായോ? ആരുമില്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് എന്താ പഠിക്കാനാ? ആർക്കും പഴയതുപോലെ ഒന്നിനോട് ഒരു ശുഷ്കാന്തി ഇല്ലെന്നേ. മോളെ, പിച്ചളയെ കാണാത്തതിന്റെ വിഷമത്തിലാണോ മോള്? ഈ നിൽപ്പിന്റെ അർത്ഥം അതാണെന്ന് അറിയാം. എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. പിച്ചള എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. വലിയ ആർഭാടമൊന്നും കല്യാണത്തിന് ഇല്ലെങ്കിലും പിച്ചളയ്ക്കും ഉണ്ടാവില്ലേ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ? ആ, എന്നാ രണ്ടുപേരും കൂടെ ഒരു ചർച്ച. കല്യാണ ഒരുക്കം തന്നെയാണോ വിഷയം? അതല്ലാതെ പിന്നെ എന്താണ് ഇപ്പൊ സംസാരിക്കാനുള്ളത്? ചോദിക്കുന്നത് കൊണ്ട് മോക്ക് വിഷമൊന്നും തോന്നരുത്. മോളുടെ അടുത്ത ബന്ധുക്കളൊക്കെ? എനിക്ക് ആകെയുള്ളത് എൻ്റെ അണ്ണൻ മാത്രം. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യം എന്താ? കല്യാണം എന്ന് പറയുന്നതേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ജീവിതത്തിൽ പല പല കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നെ പോലെയുള്ളവരെ. ഓ, അങ്ങനെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് ബന്ധുക്കളെക്കുറിച്ച് എടുത്തു ചോദിച്ചത്. എന്താ ഞാനങ്ങനെ ചോദിച്ചത് മോക്ക് വിഷമായോ? ഇല്ല, എനിക്കാകെ എൻ്റെ അണ്ണൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ അണ്ണൻ എവിടെയാണെന്നൊരു അറിവുമില്ല. ഓ, കൊച്ചിന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോ സമാധാനമായല്ലോ. മോള് വിഷമിക്കാതെ. മോളുടെ അണ്ണ ഒരു ദിവസം വരും. അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ഇപ്പം മനസ്സ് മുഷിയുന്ന ഒരു കാര്യവും ചിന്തിക്കണ്ട. മോളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ദാ ഞങ്ങളൊക്കെ. അതെ, മക്കളില്ലാത്ത ഞങ്ങൾക്ക് ദൈവം കൊണ്ടുവന്ന് തന്നതാ നിന്റെ. ഞങ്ങളുടെ മോളുടെ കല്യാണം അതിന് മഹിമ ഒട്ടും ചോരാതെ ഞങ്ങൾ നടത്തും. അതെ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു കർമ്മം കൂടി ചെയ്യണമെന്ന് ദൈവം കുറിച്ചിട്ടുണ്ടാവും.
ഇതിന് മാത്രം എന്ത് പുണ്യ ഞാൻ ചെയ്തത്. ഞാൻ ശിവാനിയെ നോക്കി വന്നതാ. എന്താ സീതേടത്തി? ഒന്നുമില്ല, അപ്പുറത്ത് കാണാത്തതുകൊണ്ട് വെറുതെ നോക്കിയതാ. എന്നാലും പിച്ചള എവിടെ പോയിരിക്കുകയാണ്? ശിവാനിയെ കാണാൻ പാത്തും പതുങ്ങി വരുന്ന ആളാ. അപ്പച്ചിയമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. പെണ്ണുങ്ങളുടെ വിചാരം കല്യാണമായ അവർക്ക് മാത്രമേ ഒരുക്കങ്ങളുള്ളൂ എന്നാ. ആണുങ്ങൾക്കും ഒരുക്കങ്ങളുണ്ട്. പിച്ചള നന്നായിട്ട് ഒരുങ്ങട്ടെ. ഇപ്പൊ ചാടി പിടിച്ച് വന്നില്ലെങ്കിലും കല്യാണ പന്തലിലുണ്ടായ പോരെ ചെറുക്കൻ, അതുണ്ടാവും. മോക്കെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല അപ്പച്ചമ്മേ. ബാലേട്ടൻ വന്നെന്ന് തോന്നുന്നു, നോക്കട്ടെ. മോളെ, ഒറ്റയ്ക്ക് നിന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. മോള് വാ. എന്തായി ബാലേട്ടാ, പിച്ചളയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല ബാലേട്ടാ, എല്ലാവരും കല്യാണ പെണ്ണിനൊപ്പം സന്തോഷത്തില. അവരുടെ അടുത്ത് ചെല്ലുമ്പോഴേക്ക് ഉള്ളിലൊരു വെങ്ങല. മുഖത്ത് നേരിയ വ്യത്യാസം കണ്ടാ പിടിച്ചെടുക്കും, പ്രത്യേകിച്ച് കുട്ടിമണി. ഒന്നും പുറത്തു വരാതിരിക്കാൻ പാടുപെടുക ബാലേട്ടാ ഞാൻ. അങ്ങനെ വേണം സീത. എപ്പോഴായാലും അറിയില്ലേ ബാലേട്ട, തിങ്കളാഴ്ച കല്യാണം എന്ന് പറഞ്ഞ അതിന്റെ ഓരോ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പച്ചമ്മയും കുട്ടിമണിയും. ശിവാനിയും മാനസികമായിട്ട് കല്യാണത്തിന് തയ്യാറെടുത്ത് വരിക. ഇതിനിടയിൽ എങ്ങനെ പറയും സീത? പറയാതിരുന്നാലോ? വൈകി അറിയും തോറും സങ്കടത്തിന്റെ ആഴം കൂടുതലേ ഉള്ളൂ. എന്തൊരു പരീക്ഷണം ഇത്! പുതിയൊരു ജീവിതം തുടങ്ങാൻ മനസ്സ് പാകപ്പെടുത്തി വരുന്ന ഒരാളോട് എങ്ങനെ പറയും കല്യാണം കഴിക്കാൻ പോകുന്നയാൾ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിൽ കിടക്കുകയാണെന്ന്? അതറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ വിവരം മനസ്സിലിട്ട് സ്വയം നേർന്ന എന്റെയും ബാലേട്ടന്റെ അവസ്ഥയോ ഒരു സമയം കഴിഞ്ഞ പൊട്ടിപ്പോകുന്ന സ്ഥിതിയാ ബാലേട്ട. ഇത്രയായില്ല സീതെ, കുറച്ചുകൂടി സഹിക്കേ. കനൽക്കട്ട കൈവെള്ളയിൽ എടുത്തു വെച്ച നിലയിലാ നീ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. വേറെ നിർവാഹമില്ലല്ലോ. ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതുവരെ നീ ഇങ്ങനെ തന്നെ നിൽക്കണം. ശിവാനി, പിച്ചള ഇനിയും വന്നില്ലല്ലേ? നോക്കി നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. ആളുടെ ഒരു വിവരമില്ലല്ലോ. രാവിലെ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാൻ നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഈ നേരം വരെ കാണാനില്ല. രാത്രി ഫോണിൽ വിളിച്ചെന്നോട് സംസാരിച്ചതാ. കല്യാണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇന്ന് വേറെ എവിടെയും പോവില്ല, ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് തറപ്പിച്ച് പറഞ്ഞതാ. എന്നിട്ടിങ്ങനെ കാണിക്കുമ്പോഴാ വിഷമം വരുന്നത്. ഓ, മനസ്സേനും ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പൊ എനിക്കും വിഷമം വരും. വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് പറയാമല്ലോ. രാത്രി വിളിച്ച ആൾക്ക് പകല് വിളിക്കാൻ എന്താ പ്രയാസം? ഇപ്പൊ ആളെ കാണാനുമില്ല, ഫോണിലോട്ട് വിളിക്കുന്നുമില്ല. എന്ത് പറ്റിയോ? അല്ല, പിച്ചളെ നോക്കാൻ പോയ മനസ്സേനെയും കാണുന്നില്ലല്ലോ. രണ്ടാളും കൂടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുന്നേ എനിക്ക് തോന്നുന്നത്. എങ്ങോട്ട്? ഓ, മനസ്സിന് പിച്ചളെ കിട്ടിയ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഒന്നും ഓർക്കാൻ കൂടി ചെയ്യില്ല. അത്രയ്ക്ക് വലിയ ബന്ധാ രണ്ടാൾക്കും. എനിക്കതിൽ വലിയ പരാതിയൊന്നുമില്ല. സ്നേഹബന്ധങ്ങൾക്ക് ജീവനേക്കാൾ വില കൽപ്പിക്കുന്ന സിജണനാ എന്റെ മാതൃക. വീട്ടിലുള്ളവരെ വേദനിപ്പിക്കാതിരുന്നാ മാത്രം മതി. അതെ, ശിവാനി ഒരു കാര്യം ചെയ്യ, അവരെ ആരെങ്കിലും ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കിയേ, അപ്പൊ അറിയാലോ.
വിളിക്കാൻ എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല കുട്ടിമണി, അതല്ലേ പ്രശ്നം. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ വിളിച്ചേനെ. ആ വരെയുണ്ട്, ഞാൻ ഇപ്പൊ വരാവേ, ഇപ്പൊ വരാം. വല്യേട്ടന്റെ ഫോൺ കിട്ടിയ അതിന് മനസ്സിനോ പിച്ചലോ വിളിക്കാം. അതിന് വല്യേട്ടനെയും കാണുന്നില്ലല്ലോ. വല്യേട്ടാ, 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 ഫോൺ കിട്ടി. ഇനി ശിവാനിയെ കൊണ്ട് വിളിപ്പിക്കാം. ശിവാനി, ദാ ഫോൺ. ഇതിന് മനസ്സിനെ വിളിച്ചോ. ദാ മനസ്സിനെ വിളിച്ചാ പിച്ചലെ കണ്ടോ ഇല്ലയോന്ന് അറിയാലോ. വിളിച്ചു നോക്ക്. ആ പിന്നെ അതിൽ മനസ്സിന്റെ പേരുണ്ടാവും കേട്ടോ. വേഗം വിളിച്ചോ, വിളിച്ചോ. ബാലേട്ടനാണല്ലോ. ആ ബാലേട്ടാ, പിച്ചളയ്ക്കൊരു മാറ്റമില്ല, അതേ അവസ്ഥയിൽ തന്നെ കിടക്കുക. ഒന്നും പറയാറായിട്ടില്ലെന്ന് തന്നെയാ ഡോക്ടർ പറയുന്നത്. ബാലേട്ടാ, പിച്ചള ഇവിടെ ICU കിടക്കുന്ന കാര്യം അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലേ? എന്താ പറ്റിയ പിച്ചളേണ്ണന്? എന്താ ശിവാനി? പിച്ചളേണ്ണന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ശിവാനി പോട്ടെ, കരയില്ലേ ശിവാനി, കരയില്ലേ. വല്യേട്ടാ, വല്യേച്ചി, ഒന്നിങ്ങ് വന്നേ. ശിവാനി കരയില്ലേ ശിവാനി. എന്താ, എന്ത് പറ്റി? പിച്ചിലൊക്കെ എന്തോ പറ്റിയിട്ട് ആശുപത്രിയിലാന്ന്. ആരാ ഇത് പറഞ്ഞത് മോളെ? പിച്ചിലെ കാണാത്തോണ്ടേ വല്യേട്ടന്റെ ഫോണിൽ നിന്ന് മനസ്സിനെ വിളിച്ചു നോക്കിയതാ, അപ്പോഴാ അറിഞ്ഞത്. പരുത്തിക്കാവിലമ്മേ, ആശുപത്രിയിലാകാൻ മാത്രം പിച്ചളക്ക് എന്താ പറ്റിയത്? ബാല, നീ ഒന്ന് വിളിച്ചു ചോദിക്ക സിജനോട് ശരിക്കും എന്താ പറ്റിയതെന്ന്. വിളിക്കുവല്ലേട്ടാ. സിജനെ വിളിക്കണ്ട, ഞാൻ പറയാം പിച്ചളയ്ക്ക് എന്താ പറ്റിയെന്ന്. എന്താ പിച്ചളേണ്ണന് പറ്റിയത്? ഇന്നലെ രാത്രി ആരോ കുത്തിയതാ. പിച്ചളെ കുത്തിയെന്നോ? എന്റെ ഭഗവതി, പിച്ചലക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വല്യേട്ടാ? ICUല. കുത്തേറ്റാരും തിരിഞ്ഞു നോക്കാനില്ലാതെ വഴിയരികിൽ കിടക്കായിരുന്നു. ഏത് ദ്രോഹിയായി മഹാപാപം ചെയ്തത്? 2 ദിവസം കഴിഞ്ഞാ കല്യാണം. അതിനെ കുറിച്ചൊക്കെ സന്തോഷത്തിൽ എന്നോട് ഫോണിൽ സംസാരിച്ചതാ രാത്രിയില്. പിന്നെ എപ്പോഴാ ഇത്? ആ ഫോൺ വിളി കഴിഞ്ഞിട്ടായിരിക്കും. നല്ലവണ്ണം ചോര പോയി വഴിയരികിൽ കിടക്കായിരുന്നു. പോലീസ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇക്കാര്യം അറിഞ്ഞ് സിജൻ എന്നെ വിളിച്ചിരുന്നു. ഞാനും പോയി ആശുപത്രിയിൽ. പക്ഷേ പിച്ചളയെ കാണാൻ കഴിഞ്ഞില്ല. ഇതുവരെ ബോധം വന്നില്ല പിച്ചളയ്ക്ക്. ശിവാനി, 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 വല്യേച്ചി പിടിക്ക. അനർത്ഥങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ. ഇങ്ങനെയൊക്കെ വരുമെന്നറിയാവുന്നത് തന്നെയാ ഞാനൊന്നും അറിയിക്കാതിരുന്നത്. സീതയോട് മാത്രമാണ് ആകെ സൂചിപ്പിച്ചത്. അതാണ് സീതയുടെ മുഖത്തൊരു വാട്ടം കണ്ടത്. അത് ഇത്രയും വലിയ വേദന ഉള്ളിൽ അടക്കി പിടിച്ചോണ്ടാണെന്ന് അറിഞ്ഞില്ല. എന്റെ ഈശ്വരന്മാരെ, ആ സിജ. ബാലേട്ടാ,
എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ബാലേട്ട. ബാലേട്ടനെ വിളിക്കുന്നെന്ന് കരുതി ഞാൻ പിച്ചളയുടെ അവസ്ഥ പറഞ്ഞുപോയി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം സിജ? പിച്ചലക്കുണ്ടായ ദുരന്തം ഇവിടെ എല്ലാവരും അറിഞ്ഞു. ബാലേട്ട, സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ. ബാലേട്ട, ശിവാനി പിച്ചള ICUലാണെന്ന് അറിഞ്ഞതോടെ ശിവാനി തളർന്നു പോയി സിജ. ശിവാനി മാത്രമല്ല, ഇവിടെ എല്ലാവരും. ശിവാനിക്ക് മുന്നിൽ എനിക്കൊന്നും ഒളിക്കാൻ തോന്നിയില്ല സിജ. രാത്രി അജ്ഞാതരിൽ നിന്നും പിച്ചളയ്ക്ക് കുത്തേറ്റതും പോലീസുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ICUലുള്ള പിച്ചളയുടെ ഇപ്പോഴത്തെ നിലയും ഒക്കെ എനിക്ക് പറയേണ്ടി വന്നു. എല്ലാം അറിഞ്ഞപാടെ ശിവാനി തളർന്നു വീണു. ബാലേട്ട, കുഴപ്പമൊന്നുമില്ല. ശിവാനിക്കരികിൽ സീതയും കുട്ടിമണിയും എല്ലാവരും ഉണ്ട്. ബാലേട്ടൻ വിളിക്കുന്നെന്ന് കരുതിയിട്ടാ ഞാൻ. കുഴപ്പം എൻ്റെ കയ്യിലുണ്ട് സിജ. എൻ്റെ ഫോണിൻ്റെ മേൽ എനിക്കൊരു ശ്രദ്ധ വേണമായിരുന്നു സിജ. ഒരർത്ഥത്തിൽ പറഞ്ഞ വയലോരം വീട് ഒരു മരണ വീട് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. ബാലേട്ട, ഒരു നിമിഷം കൊണ്ട് ഒരു കല്യാണ വീട്. അതെ സിജ, ഇക്കാര്യം സീതയോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഒന്നും പുറത്തറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി സീത പിടിച്ചു നിന്നു. പക്ഷേ അപ്പോഴാ സിജനിൽ നിന്ന് ശിവാനി അറിയാനിട വന്നത്. ഒന്നും ശിവാനി അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നല്ലോ ബാലേട്ട നമ്മൾ ശ്രമിച്ചത്. എന്നിട്ടും അറിയാം സിജ, പിച്ചലയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സ്വപ്നം കണ്ടിരുന്ന ശിവാനിക്ക് ഇതൊരു ദുരന്തം തന്നെയല്ലേ. ആശ്വസിപ്പിക്കാൻ എനിക്കോ സീതയ്ക്കോ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ബോധം വരുമ്പോൾ ഒരുപക്ഷെ ശിവാനി ആശുപത്രിയിലേക്ക് വരാൻ നിർബന്ധം പിടിച്ചെന്ന് വരും. വേണ്ട ബാലേട്ട, ശിവാനി ഇവിടേക്ക് കൊണ്ടുവരണ്ട. ഈ നിലയിൽ പിച്ചളയെ ശിവാനി കാണാതിരിക്കുന്നതാ നല്ലത്. പേഷ്യന്റിനെ കാണാൻ ഇവിടെ ആരെയും അനുവദിക്കില്ലെന്ന കാര്യം ബാലേട്ടന് അറിയാലോ. അറിയാം സിജ, ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുക. കുറച്ച് കാശ് കരുതിയിട്ടുണ്ട്. ശിവാനി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ബാലേട്ടൻ അവിടുന്ന് പുറപ്പെട്ടാൽ മതി. സീതയെടുത്തേക്കാൾ ഒരു പക്ഷേ ഇപ്പോൾ അതിന് ബാലേട്ടനെ കഴിയൂ. ശരി സിജ. മോളെ, അപ്പച്ചിയമ്മേ, സിജനെ വിളിക്ക്. ഏത് ആശുപത്രിയിലാന്ന് ചോദിക്കുക. എനിക്ക് അവിടേക്ക് പോകണം അപ്പച്ചിയമ്മേ. സീതേ, നീ മനസ്സിനെ വിളിക്ക്. ഈ മനസ്സിന്റെ നീറ്റലും വെപ്രാളവും കണ്ടു നിൽക്കാൻ വയ്യ. ശിവാനി അല്ലാതെ വേറെ ആരാ പിച്ചളയെ കാണേണ്ടത്? നീ അവനെ വിളിക്ക്. സിജനെ ഞാനിപ്പോൾ വിളിച്ച് സംസാരിച്ചേ ഉള്ളൂ. സിറ്റി ഹോസ്പിറ്റലിൻ്റെ ICUലാണ് പിച്ചള ഇപ്പോൾ ഉള്ളത്. എല്ലാ ഹോസ്പിറ്റലിലെയും പോലെ അല്ല അവിടെ. ICUലേക്ക് ആരും പ്രവേശിപ്പിക്കില്ല. സിജൻ പോലും പിച്ചളയെ നേരെ ചൊവ്വയൊന്നും കണ്ടിട്ടില്ല. ICUലെ പേഷ്യൻറ്റിനെ കാണാൻ പുറത്തുനിന്ന് ഒരാളെ അവർ അനുവദിക്കില്ല. എനിക്കവിടെ എത്തണം ബാലേട്ട. എന്നെ ഒന്നും അവിടേക്ക് കൊണ്ടുപോകും. ശിവാനി, ബാലേട്ടൻ പറയുന്നത് നേരാ. പോയാലും അവിടെ പുറത്ത് നിൽക്കാനല്ലേ പറ്റൂ. വല്യേട്ടാ, ഈ ശിവാനി പിച്ചളയെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ പിച്ചളയ്ക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ അപ്പച്ചമ്മേ? മോളെ, പിച്ചള ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിലല്ല. പിച്ചളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സായി ഇപ്പം നമുക്ക് വേണ്ടത്. ശിവാനി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വരണ്ടെന്ന്. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാം. ഞാനവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളെ വിളിച്ചറിയിക്കാം. അതുപോലെ വേണ്ട, ഞാനും വരാം. കാണാൻ പറ്റിയില്ലെങ്കിലും ആശുപത്രിയുടെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. ശിവാനി കൂടി പോന്നോട്ടെ. ഇവളെ നീ അവിടേക്ക് കൊണ്ടുപോകണം ബാല. കുട്ടിമണി പറഞ്ഞത് കേട്ടില്ലേ? 19 കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ചവർക്ക് പോലും ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടാകണമെന്നില്ല. പിന്നെ ഒരു മരുന്നുകൾക്കും ആയില്ലെങ്കിലും ദേ, ഈ പെണ്ണിന്റെ ഒരു തുള്ളി കണ്ണീര് കണ്ടാ മതി. ഈശ്വരൻ പിച്ചളയെ ദീർഘായുസോടുകൂടി നമുക്ക് തിരിച്ചു തരും. മോള് പോയിട്ട് വാ. നാഴികയ്ക്ക് 40 വട്ടം പരുത്തിക്കാവിലമ്മ വിളിക്കുന്നുണ്ട്. പിച്ചളയെ പരുത്തിക്കാവിലമ്മ കാത്തോളൂ. ചെല്ലു ബാല. സീതേ, പിച്ചളയും ശിവാനിയും ആരോരുമില്ലാത്തവരാണെങ്കിലും ഇപ്പോഴവർ ഈ വയലോരം വീട്ടിലെ അംഗങ്ങളാ. ജോത്സ്യര് പറഞ്ഞതുപോലെ ഒരു രക്തച്ചൊരിച്ചിൽ തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്?
ഈ വീട്ടിലുള്ള ആർക്കോ സംഭവിക്കാനിരുന്ന ദുരന്തമാണ് പിച്ചേളയിലേക്ക് മാറിയതെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ജോത്സ്യര് പറഞ്ഞ പരിഹാരക്രിയകൾ എന്തായിരുന്നു? അത് ക്ഷേത്ര ദർശനം നടത്തണം, ധാരയും കുങ്കുമാർച്ചനയും കഴിക്കണം, പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാലയും സമർപ്പിക്കണമെന്നാ ജോത്സ്യര് പറഞ്ഞേ. അമ്പലങ്ങളിലൊക്കെ ഞാൻ പൊയ്ക്കൊള്ളാം, അർപ്പിക്കേണ്ടതൊക്കെ അർപ്പിച്ചോളാം. മല പോലെ വരുന്നത് കാറ്റായി മാറ്റിത്തരുന്ന ശക്തിയല്ലയോ അവിടെ ഇരിക്കുന്നത്? വരാനിരിക്കുന്ന ആപത്ത് എന്തായാലും അത് നമ്മളെ നേരിടും അപ്പച്ചിയമ്മേ. പക്ഷെ ഇപ്പൊ പിച്ചള ആ പാവത്തിനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. കുത്തേറ്റ് രക്തം വാർന്ന് മണിക്കൂറുകളോളം റോഡിൽ കിടക്കുകയായിരുന്ന ഒരാളുടെ നില എത്രത്തോളം വഷളാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിച്ചളയ്ക്ക് ഒന്നും വരില്ല. മാടന്റെ പൂപ്പനോടും അമ്മയോടും അച്ഛയോടും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം. മോളെ, ഇനിയിപ്പൊ ഇവരുടെ കല്യാണം മാറ്റിവെക്കാതെ വേറെ നിർവാഹമൊന്നും ഇല്ലല്ലോ. ദിവസം അങ്ങോട്ട് മാറിയെന്ന് വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആയുസ് കിട്ടിയ മനപ്പൊരുത്തുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നടത്താലോ നമുക്ക് കല്യാണം. പരുത്തിക്കാവിലമ്മേ, കാത്തോളണേ. അച്ഛേ, അമ്മേ, പിച്ചള പാവോ? പിച്ചളയ്ക്ക് ഒന്നും വരുത്തല്ലേ അമ്മേ. പിച്ചളയ്ക്ക് എന്തേലും സംഭവിച്ചാ എന്റെ മനസ്സിന് ഒത്തിരി വിഷമാവും. എന്റെ മനസ്സിനെ വിഷമിപ്പിക്കല്ലേ അമ്മേ. മോളുടെ അസുഖങ്ങൾ മാറ്റി തന്ന പോലെ പിച്ചളയുടെ ആപത്തും മാറ്റി കൊടുക്കണേ അമ്മേ. പിച്ചള സുഖപ്പെട്ടു വന്നാലല്ലേ ശിവാനിയെ കല്യാണം കഴിക്കാൻ പറ്റൂ. ഞാൻ മനസ്സിനെ സ്നേഹിക്കുന്ന പോലെ ശിവാനിയും പിച്ചള ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അമ്മേ, മനസ്സിനെ ഞാനും പച്ചക്കറി കട തുടങ്ങുമ്പോഴേ പിച്ചളയല്ലേ അവിടെ നിൽക്കണ്ടേ? പിച്ചളെ സുഖപ്പെടുത്തി വേഗം തരണേ. എന്താ ശിവാനി, എന്താ ഇത്? അങ്ങനെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങളാരും ഒന്നും അറിയേണ്ടെന്ന് ഞാൻ കരുതിയത്. എനിക്കറിയാം, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാ. ശിവാനി, പിച്ചളയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ ഇവിടെ എത്തിച്ചില്ലേ? പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടിയാ പിച്ചളയെ ICUലേക്ക് മാറ്റിയിരിക്കുന്നത്. ഡോക്ടേഴ്സൊക്കെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയില്ലേ, പിച്ചള പെട്ടെന്ന് സുഖപ്പെടും. എനിക്കൊന്ന് കേറി കാണണം. അയ്യോ, അതിനവര് അനുവദിക്കൊന്നും തോന്നില്ല ശിവാനി. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. ശിവാനി, ഞാനെല്ലാം അപ്പോഴേ പറഞ്ഞതല്ലേ, ഒരു രോഗിയുടെ സുരക്ഷിതത്വം അവർ നോക്കുന്നത്. നമ്മൾ കയറി ഇറങ്ങി നിന്നാൽ രോഗി പെട്ടെന്ന് സുഖപ്പെട്ടെന്ന് വരില്ല. അത് മനസ്സിലാക്കാനുള്ള പക്വത ശിവാനിക്കുണ്ടല്ലോ. പിന്നെന്താ ഇങ്ങനെ? ഡേ, സിജൻ പറഞ്ഞ കേട്ടല്ലോ, ഇവിടേക്ക് വരണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ, പിച്ചളയെ കാണാൻ അവർ അനുവദിക്കില്ല, പുറത്ത് നിൽക്കേണ്ടി വരുമെന്ന്. ഒടുക്കം കുട്ടിമണി സീതയും അപ്പച്ചിയമ്മയൊക്കെ നിർബന്ധിച്ചോണ്ടാ ഞാൻ ഒപ്പം കൂട്ടിയത്. ഒരു കണക്കിന് ഇത് നന്നായി വാലട്ട. വീട്ടിലിരുന്ന് ആദ്യം വെപ്രളം കയറ്റുന്നതിലും ഭേദം ഇവിടെ വന്നത് തന്നെയാ. ശിവാനിക്കൊരു ആശ്വാസം കിട്ടും. ശിവാനി, വിധിയെ നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. ഇത്ര മാത്രമേ സംഭവിച്ചുള്ളൂ എന്നോർത്ത് സമാധാനിക്കണം. അതല്ലേ വേണ്ടത്. മോളവിടെ പോയിരുന്നു. സിജ, ഇവിടം കൊണ്ട് പറ്റില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയാലോ? ഡോക്ടറോട് പറയേ മെഡിക്കൽ കോളേജിലേക്ക് എഴുതിത്തരാൻ. ഇന്ന് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന അവിടെയല്ലേ സിജ? പിന്നെ ഇവിടുത്തെ പോലെ ചെലവും അവിടെ ഉണ്ടാവില്ല. ഗുരുതരമാണെന്നല്ലാതെ മറ്റൊന്നും അവർ പറഞ്ഞിട്ടില്ല ബാലേട്ട. രക്തം വാർന്ന് മണിക്കൂറുകളോളം പെരുവഴി കിടന്ന ഒരാളുടെ അവസ്ഥ
നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്ന് കയറിയത് മുതൽ ഈ നിമിഷം വരെ മരവിച്ചൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പറയുന്ന മരുന്നായാലും എന്തായാലും ഞാൻ മേടിച്ചു കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. അതിനൊക്കെ എന്തായാലും ഫലം കിട്ടാതിരിക്കില്ല. ഡോക്ടർ, ഇപ്പം എങ്ങനെയുണ്ട്? വിഷമിക്കണ്ട, പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ICUവിൽ 2 ദിവസം കൂടി തുടരേണ്ടി വരും. അതിനുശേഷം വാർഡിലേക്ക് മാറ്റാം. നിങ്ങൾ പേഷ്യന്റിന്റെ സുഹൃത്താണെന്നുള്ള കാര്യം വിശ്വസിക്കാൻ വയ്യ കേട്ടോ. ഒരു സഹോദരൻ നിന്ന് പോലും ഇക്കാലത്ത് ഇത്രയും ആത്മാർത്ഥത കാണാറില്ല. പുറത്തുനിന്ന് കുറച്ച് മരുന്നുകൾ വാങ്ങേണ്ടി വരും. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ശരി ഡോക്ടർ. എന്റെ ബാലേട്ടാ, ഇപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. ഇനി ആർക്കും ഒരു പേടിയും വേണ്ട. പിച്ചലയുടെ നില ഭേദപ്പെട്ട കാര്യം ഡോക്ടറുടെ നാവിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ദൈവം കാത്തു. ഇതാ സിജ, ഇതുകൊണ്ട് തീരില്ലെന്ന് എനിക്കറിയാം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാനിവിടെ നിൽക്കുന്നു സിജ. എന്തിനാ ബാലേട്ടാ? ഇവർ പറയുമ്പോൾ മരുന്നും മറ്റും വാങ്ങിക്കൊടുക്കണം. അത്രേ ഉള്ളൂ. അതിന് ഞാൻ മതി. ശിവാനിയും കൊണ്ട് ബാലേട്ടൻ പൊക്കോ. ശിവാനി, ഇവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് നമുക്ക് എന്താ മോളെ പ്രയോജനം? വാർഡിലേക്ക് മാറ്റുമ്പോൾ വന്നാൽ മതി. ചെല്ലേ സിജ, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയണം. ആ ശരി ബാലേട്ടാ. വാ മോളെ. സിജന, ഞാൻ ഇവിടെ നിന്നോളാം. ഡോക്ടർ പറഞ്ഞത് ശിവാനിയും കേട്ടതല്ലേ? ഒന്നും പേടിക്കാനില്ലെന്ന്. ചെല്ല്. വെറുതെ ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടാനല്ലേ? അവിടെ കുട്ടാപ്പൂനെ കുഞ്ഞുമണിയെ കാണുമ്പോൾ മനസ്സൊന്നും തണുക്കും. ചെല്ലുമോളെ. വാ ശിവാനി. ശരി. ശിവാനി, സങ്കടപ്പെടണ്ടെന്ന് പറയാൻ ആവില്ല. സങ്കടം ഉണ്ടാവും. ശിവാനിയെ പോലെ തന്നെ ഇവിടെ എല്ലാവരും പിച്ചളെ ഓർത്ത് ഉള്ളുകൊണ്ട് കരയുന്നുണ്ട്. ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം. പിച്ചളയുടെ ജീവൻ ബാക്കി കിട്ടിയല്ലോ. അതിന് നന്ദി പറയണം ദൈവത്തോട്. ദൈവത്തിനുള്ള വിശ്വാസമൊക്കെ പോയി സീതെടുത്തി. എല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഇങ്ങനൊക്കെ വരുത്തി വെക്കോ? ഞാൻ എന്നെ തന്നെ ദൈവത്തെ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ ആദ്യം എന്റെ അണ്ണൻ. ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ശിവാനി. പിച്ചളയ്ക്ക് ഈ ഗതി വരുത്തിയത് ദൈവമല്ലല്ലോ, മനുഷ്യത്വം ഇല്ലാത്ത ഏത് ദുഷ്ടന്മാരല്ലേ. അവര് പിച്ചളയുടെ ജീവൻ എടുക്കാൻ നോക്കിയപ്പോ ദൈവം പിടിച്ചു നിർത്തി. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഭൂമിക്ക് ഭാരമായി എത്ര ദുഷ്ടന്മാരുണ്ട് ഇവിടെ. അവർക്കൊന്നും സംഭവിക്കുന്നില്ല. പാവം പിച്ചളയ്ക്കാണല്ലോ ഈ ഗതി വന്നത്. അതാ സീതയെടുത്തി ദൈവത്തെ വെറുത്തു പോവാ. വീണ്ടും രാത്രി നേരത്തെ ഇങ്ങനെ ദൈവദോഷം പറയല്ലേ. പിച്ചള അപകടനില തരണം ചെയ്തു എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? 2 ദിവസത്തിനുള്ളില് വാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോ ശിവാനിക്ക് പിച്ചളയുടെ അടുത്ത് പോയിരിക്കാമല്ലോ. രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ ഒക്കെ പേരില് എത്ര പേരെയാ വെട്ടിക്കൊല്ലുന്നത്. അമ്മമാർക്ക് മക്കളില്ലാതാവുന്നു, ഭാര്യമാർക്ക് ഭർത്താവിനെ, മക്കൾക്ക് അച്ഛനെ. അവരുടെയൊക്കെ സങ്കടം എത്ര വലുതായിരിക്കും. അത് വെച്ച് നോക്കുമ്പോ പിച്ചളയുടെ ജീവൻ ബാക്കിയായത് നമ്മുടെ ഭാഗ്യമായിട്ടല്ലേ കാണേണ്ടത്. അങ്ങനെ കരുതി ആശ്വസിക്ക് ശിവാനി. ഉള്ളിലെ വീർപ്പുമുട്ടലൊന്ന് അയയട്ടെ.